നമ്മുടെ അഖിൽ NRD എന്ന് പറഞ്ഞ യൂട്യൂബറും ഇൻഫ്ലുവൻസറും ഇപ്പോൾ സിനിമാ നടനൊക്കെയാണ് പുള്ളിയുടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ വൈഫിൻ്റെ ഒരു വിഷയം കാണുന്നുണ്ട്. ഞാനൊരു വീഡിയോ ഇട്ടുതരാം, നിങ്ങളത് കാണണേ. നമുക്ക് ഈ അഖിലാരുടെയും ഭാര്യയെ പറ്റി സംസാരിക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ട് വരാമേ. ഒരു ഹൈപ്പ് വന്നൊക്കെ പറയുന്നുണ്ട്, ഭാഗ്യ ലക്ക് എന്ന് പറയും. അപ്പൊ അതുപോലെയാണ് ഇപ്പൊ സിനിമയിലേക്ക് വന്നതൊക്കെ. എങ്ങനെയാണ് വൈഫിനെ കുറിച്ച്, എങ്ങനെ സപ്പോർട്ടീവ് ആണോ കാര്യങ്ങൾ? വൈഫ് സപ്പോർട്ടാണ്, വൈഫ് സപ്പോർട്ട് ചെയ്യുമല്ലോ, എല്ലാ കാര്യത്തിലും സപ്പോർട്ടാണ്. വീഡിയോസ് എടുക്കാൻ സപ്പോർട്ടാണ്, സിനിമയ്ക്കായാലും അവളാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട്. കല്യാണം 2 വർഷം 3 വർഷമായില്ല, 2 കൊല്ലം ആവുന്നുള്ളൂ. കല്യാണം കഴിഞ്ഞ് 2 വർഷം ആവുന്നുള്ളൂ. എൻ്റെ വീഡിയോ എടുക്കാനും എൻ്റെ സിനിമയ്ക്കൊക്കെ എൻ്റെ വൈഫാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എന്ന് പറയുന്നുണ്ട്. അത് പറയുമ്പോൾ അയാളുടെ മുഖത്തും അങ്ങനെ പ്രത്യേകിച്ച് വേറൊരു അവിഹിതം വയലുള്ള സ്നേഹം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഇയാളെ നാട്ടിച്ചിട്ട് അവളുടെ കാര്യം കാണാനുള്ള പരിപാടിയാണെങ്കിൽ എൻ്റെ പൊന്നു മോളെ നിനക്ക് ഗതി ഉണ്ടാവില്ല, പറയാതിരിക്കാൻ പറ്റില്ല, നിനക്ക് ഗതി കിട്ടും. അപ്പം പല കാര്യങ്ങൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അഖിൽ എന്ന് പറയുന്ന ആള്, അതായത് അഖിൽ NRD പരസ്ത്രീ ബന്ധമുണ്ട്, അവിഹിതം ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ആള് ഗേ ആണ്, അങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതായത് ഈ പെൺകുട്ടി പറയുന്ന ആരോപണങ്ങളാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് പറഞ്ഞുകൊണ്ട് ആ ഒരു വ്യക്തി മോശക്കാരനാണെന്നും ഈ പെൺകുട്ടി പോയതിനെ പറ്റി ന്യായീകരിച്ചിട്ടും പലരും വീഡിയോ ചെയ്യുന്നത് കണ്ടു. അപ്പം നമ്മുടെ പ്രമുഖ ആൾക്കാരിൽ തന്നെ ചിലർ വീഡിയോ ചെയ്യുന്നത് കണ്ടു. അതിലൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എൻ്റെ വീഡിയോ അതിൽ ഇൻ കേസ് കാണുമെന്ന് എനിക്ക് അറിയില്ല. കാണുവാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അവന് അവിഹിതം ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിച്ചോ? അല്ലെങ്കിൽ അവൻ ഗേ ആണ് എന്ന് നിങ്ങൾ വിചാരിച്ചോ? അതിന് ഇതാണോ സൊല്യൂഷൻ? ഇതാണോ അതിന് കൊടുക്കേണ്ട മറുപടി? രായ്ക്ക് രാമായണം കണ്ട ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയി അവനെ പ്രതികാരമായിട്ടാണോ? ഇവൾ ആരോടായി ചെയ്തത്? ഇവൾ ആർക്കെതിരെയാണ് ഈ പ്രവർത്തിച്ചത്? ഈ അഖിലിന് ഒരു 10 ദിവസം കൂടി പോയ 1 വർഷം അല്ലെങ്കിൽ ലീഗലി ഡിവോഴ്സ് വാങ്ങിച്ച് കഴിഞ്ഞ് ഇതൊന്നും മറക്കാൻ ഈ ഒരു ഹീലാവാനുള്ള ഒരു ടൈം കഴിഞ്ഞാൽ അഖിലിന് ഒരു മൂല്യം നഷ്ടപ്പെടാനില്ല, മനസ്സിലായില്ലേ? അഖിലിന് വേറെ ലൈഫുണ്ട്, വേറെ നന്നായി തന്നെ അഖിൽ ജീവിക്കും. ഇവള് ആരോപണങ്ങൾ ഉന്നയിച്ചത് മാത്രമേ അഖിലിനെതിരെ ഉള്ളൂ. അഖിലിനെതിരെ ഇവക്ക് തെളിവ് എന്തെങ്കിലും കൊണ്ടുവരാനുണ്ടോ? എങ്കിൽ പിന്നെ കുറച്ച് അഖിലിന്റെ ലൈഫിനെയും ബാധിക്കും. പക്ഷെ ഇവൾക്കോ ഇതൊരു ഞാനിന്മേൽ കളിയാണ് അല്ലേ? ഇവള് ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. അവൻ ഏത് തരക്കാരനാണ്, എന്ത് തരക്കാരനാണ്? നാളെ ഇവളോട് എന്താണ് ചെയ്യാൻ പോണത്? ഇവൾ ഈ വീട്ടുകാർ കൊടുത്ത സ്വർണ്ണം എല്ലാം പൊക്കിക്കൊണ്ടാണ് പോയത്, വേറെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടാണ് പോയത്, ഒന്നും നമുക്കറിയില്ല. ഇതെല്ലാം കഴിയുമ്പം അവൻ ഇവളോട് ഇനി എങ്ങനെയാണ് പെരുമാറാൻ പോയി? ഇനി വല്ലയിടത്തും കൊണ്ട് അവൻ വിൽക്കുവോ? അല്ലെങ്കിൽ ഇനിയിപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് അവൾക്ക് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും ആരും അവളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവില്ല. ചിലപ്പോൾ അവളുടെ പാരൻസ് അല്ലെങ്കിൽ നാളെ കാണുമായിരിക്കും, അല്ലാതെ ആരും കാണില്ല അല്ലേ? ഇത് ആർക്കെതിരെ ചെയ്ത്? അവള് സ്വയം കുഴി തോണ്ടിയതല്ലേ? ഇപ്പം അഖിൽ NRDക്ക് ഈ പറഞ്ഞ വിഷയങ്ങൾ ഇവള് ആരോപിച്ച പോലെ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ പറഞ്ഞതുപോലെ സംഭവം ഉണ്ടെന്ന് വിചാരിച്ചു. അവൾ ആക്ച്വലി ചെയ്യേണ്ടത് എന്തായിരുന്നു? അവൾ ചെയ്യേണ്ടത് ഇത് പാരൻസിനെ അറിയിക്കുകയും അതുവഴി സെപ്പറേറ്റ് ആവുകയും ലീഗലി നോട്ടീസ് കൊടുത്ത് മ്യൂച്വൽ ഡിവോഴ്സ് മേടിക്കുക. എന്നിട്ട് ഇവർക്ക് ഇഷ്ടമുള്ളവരെ മാന്യമായി കല്യാണം കഴിച്ച് പോകണമായിരുന്നു. അത് അവളുടെ സ്റ്റാൻഡും അവളുടെ സേഫ്റ്റിയുമായിരുന്നു അല്ലേ? പക്ഷെ ഇപ്പം എന്താ ചെയ്തിരിക്കുന്നത്? രായ്ക്ക് രാമായണം ഹസ്ബൻഡ് ഉറങ്ങിക്കിടക്കുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് ഇട്ടിട്ട് ഓടിപ്പോകുന്നത്. അത് അവളുടെ വീഡിയോ അല്ലെങ്കിലും അവൾ ചെയ്തത് തന്നെയല്ലേ? അപ്പം അങ്ങനെയാണ് ഇപ്പം ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇതിനെയൊക്കെ എന്ത് തരത്തിലാണ് ഈ ന്യായീകരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഈ സിനിമ റിലീസായതിനു ശേഷം, എന്നെ എടുത്തതിന് ശേഷം കണ്ട് ഇവർ രണ്ടുപേരും കൂടെ എന്തോ ഒരു പരിപാടിക്ക് പോയൊരു വീഡിയോ കിടപ്പുണ്ട് കേട്ടോ. അത് ഓൺലൈൻ വീഡിയോസൊക്കെ ക്യാപ്ചർ ചെയ്ത വീഡിയോയാണ്. അതിനകത്ത് ഈ പെങ്കൊച്ച, ഈ മേഘ എന്ന് പറഞ്ഞ കുട്ടി നെറ്റി നിറച്ച് സിന്ദൂരം ഇട്ടുകൊണ്ട് ഒരു സാരി കൊടുത്ത് നിൽക്കുന്നതാണ്. അല്ല, ഇപ്പോൾ ഇങ്ങനെ ഇത്രയും ഫേക്കായിട്ട് വേറെ ഒരു സൈഡിൽ വേറെ ഒരുത്തിനുമായിട്ട് പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന ഇവൾ എന്തിനാ ഇത്ര സിന്ദൂരം വാരിത്തച്ച? എനിക്ക് മനസ്സിലാവണില്ല തോന്നുന്നു. ഒരുമാതിരി ഇത് ആരെ വിശ്വസിക്കണ്ടെന്നറിയില്ല. വിളിച്ചിരുന്നോ അതോ പോഞ്ഞാണോ? എന്താ നിങ്ങൾ രണ്ടും ഒരുമിച്ച് ഏതെങ്കിലും സിനിമയിൽ വരണമെന്ന് ആഗ്രഹമുണ്ടോ? ചേച്ചിക്ക് അങ്ങനത്തെ ആഗ്രഹമുണ്ടോ? ചേച്ചിക്ക് ആഗ്രഹമില്ല, ചേട്ടനാണ് ആഗ്രഹം. അപ്പൊ നടക്കട്ടെ. അതേപോലെ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അതേപോലെ ഒരു കമന്റ് ഞാൻ കണ്ടു കേട്ടോ. അതായത് കമന്റ് ഇങ്ങനെയാണ്: ഈ ഒരു വിഷയം സത്യമാണെന്ന് പറഞ്ഞ ഒരാൾ കമന്റ് ഇട്ടിരിക്കുകയാണ്. സത്യമാണ്, സംഭവം നടന്നിട്ട് ഇപ്പോൾ 2 ദിവസമായി. അവൾ പന്തളം പൂഴിക്കാട് സ്വദേശിയായിട്ടുള്ള ബസ് ഡ്രൈവർ അനൂപ് എന്ന ആളുടെ കൂടെയാണ് പോയത്. 2 കൂട്ടരെയും നൂറനാട് പോലീസ് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവൾ പറയുന്നത് അവന് വേറെ ഗേൾസ് ആയിട്ട് അഫെയർ ഉണ്ട്, അതുകൊണ്ട് അവൾക്ക് അവരോട് ഒപ്പം പറ്റില്ല, അതുകൊണ്ട് അവൾ വേറെ ആളുടെ കൂടെ പോകുന്നു എന്നാണ്. അങ്ങനെ 2 കൂട്ടരും അവരവരുടെ വഴിക്ക് പോയി എന്നാണ് നൂറനാട് പോലീസ് സ്റ്റേഷനിൽ നിന്നും അറിയാൻ സാധിച്ചത്. അതായത് ഹസ്ബൻഡിന് വേറെ അവിഹിതം ഉണ്ടെങ്കിൽ നമ്മളിപ്പം പുതിയ ഒരാളെ കണ്ടുപിടിച്ചിട്ട് അതേ അവിഹിതം നമ്മൾ ഉണ്ടാക്കുക, അതാണോ നമ്മുടെ നിയമം?
ഈയിടെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു, ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള കപ്പിൾസ് വേറെ അവിഹിതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കർശനമായിട്ട് അവരെ ശിക്ഷിക്കാനുള്ള വകുപ്പ് ഇന്ത്യയിൽ പാസ്സായിട്ടുണ്ടെന്ന്. ഇവിടെ ഇതൊക്കെ എന്ത് ചെയ്യുന്നു? നൂറിനാട് പോലീസ് വിട്ടയച്ചു എന്ന് പറയുന്നത് കേട്ടു. അല്ല, ഹസ്ബൻഡിനെ അവിഹിതമുള്ള ഹസ്ബൻഡിൻ്റെ കൂടെ പോവാതെ സ്വന്തമായിട്ട് അവിഹിതം ഉണ്ടാക്കി പോകുന്ന ഒരു പെണ്ണിനെ തെറ്റല്ലേ? അഡൾട്ടറി അല്ലേ അത്? ഇത് വ്യഭിചാരത്തിന്റെ കണക്കിലോട്ട് പെടുത്തിക്കൂടെ? കുടുംബം മാറ്റാൻ കുറെ പെണ്ണുങ്ങൾ വ്യഭിചാരം ചെയ്യുന്നുണ്ട്, അതൊരു സൈഡ്. അവരെ പിടിച്ചിവർ അകത്തിടുന്നു, കേസ് ചാർജിയൊക്കെ ചെയ്യുന്നത് ഒരിക്കൽ കാണാമായിരുന്നു. എനിക്കറിയില്ല അതേപ്പറ്റിയൊന്നും ഇപ്പം. പക്ഷെ ഇതോ, ഈ ആണുങ്ങൾ പറയുന്ന പോലെയുള്ള ചില വാക്കുകൾ ഇങ്ങനെ തികട്ടി ഇവിടെ വരെ വരുന്നുണ്ട്. പക്ഷെ എനിക്കത് പറയാനായിട്ട് തോന്നുന്നില്ല. കാരണം നമ്മുടെ വീഡിയോകളും പലരും കാണുന്ന ആൾക്കാർ ചിലപ്പം ലൗഡ് സ്പീക്കറിലൊക്കെ വെച്ച് കാണുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഇരുന്ന് കാണുന്നതല്ലേ, നമ്മുടെ വായിന്ന് ഒരു കുഞ്ഞു വാക്ക് പോലും മറ്റുള്ളവർക്ക് ഒരുപാട് ഇൻഫ്ലുവൻസ് ആവരുത് എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല. പറയാം, ഇവിടെ വരെ വരുന്നുണ്ട്. നമ്മൾ മലയാളികളാണ്, മനുഷ്യരാണ്. ന്യായീകരിക്കാൻ വന്നേക്കുന്ന കുറേ എണ്ണങ്ങൾ. എനിക്ക് അതിനോട് ഭയങ്കര ദേഷ്യം വന്നേക്കുന്നത്. അതിൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട്, അതിൻ്റെ വീഡിയോസൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ അതിൽ ചില വിഷയത്തിൽ അതിലെന്താ ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡ് എടുക്കുന്നത്? പിന്നെ അവൻ അവിഹിതം ഉണ്ടെങ്കിൽ ഇവള് മറ്റൊരുത്തോട് ഇറങ്ങിപ്പോയി എന്താ പറയാ, ചെവിക്ക് ചെവി കണ്ണിന് കണ്ണ്, അത് നന്നായി പോയെന്ന് പറയുന്നവരോട് ഒരിക്കലുമല്ല. അവൻ അവിഹിതം ഉണ്ടെങ്കിൽ മറ്റ് ഒരുത്തിൻ്റെ കൂടെ ഇറങ്ങി അവിഹിതം ഉണ്ടാക്കിയല്ല അവനോട് പ്രതികാരം ചെയ്യേണ്ടത്. അവൻ്റെ അടുത്തുനിന്ന് ഫ്രീ ആയിട്ട് അവൻ്റെ അടുത്തുനിന്ന് ഡിവോഴ്സ് വാങ്ങിച്ചിട്ട് നന്നായി ജീവിച്ച് കാണിക്കുക. അവനേക്കായി നല്ല ഒരു പയ്യനെ കല്യാണം കഴിക്കുക. ഇപ്പം കല്യാണം കഴിച്ചില്ലെങ്കിലും ഒരു വിഷയമില്ല, നന്നായിട്ട് ജീവിച്ച് കാണിക്കുക. അവനേക്കായി മുന്നിലെത്താൻ വേണ്ടി ട്രൈ ചെയ്യുക. അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്? ഇതിപ്പം അവൻ അവിഹിതം ഉണ്ടെങ്കിൽ ഇവൾ ഇറങ്ങിപ്പോയത് ന്യായീകരിക്കാൻ തക്ക കാരണമാണ്, അവന് അവിഹിതം ഉള്ളത് ഇവൾ ഇറങ്ങിപ്പോയതിനെ ന്യായീകരിക്കാൻ തക്ക കാരണമാണെന്നൊക്കെ ഉള്ളത് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ എന്ത് മെസ്സേജാണ് ഈ പബ്ലിക്കിലേക്ക് കൊടുക്കുന്നത്? ഈ ജെൻസി പിള്ളേർ അവർക്ക് ഭയങ്കര ബുദ്ധിയുള്ള കുഞ്ഞുങ്ങളാണ്, അവർക്ക് ഭയങ്കര വിവേചന ശക്തിയുള്ള കുഞ്ഞുങ്ങളാണ്. പക്ഷെ ചില കാര്യങ്ങൾ അവർ ബ്ലൈൻഡായിട്ട് അതിനെ അങ്ങോട്ട് അവരുടെ മൈൻഡിലേക്ക് എടുക്കും. അവരുടെ മൈൻഡിലേക്കല്ല, അവരുടെ തലയിലേക്ക് എടുക്കും. മൈൻഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എന്താ പറയുക, ശ്രദ്ധിച്ച് വിവേകത്തോടെ ചെയ്യാൻ പറ്റും. നേരെ തലയിലേക്കാണ് ചെല്ലുന്നെങ്കിലോ അവരങ്ങനെ എടുക്കും. അപ്പം നിങ്ങളൊക്കെ ആർക്കൊക്കെയോ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. ഇൻഫ്ലുവൻസ് ആകുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവര് എന്ത് ചെയ്യണം, ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ഓക്കെ ആണെന്ന് നിങ്ങൾ പറഞ്ഞാലോ, അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറച്ച് ആളുകൾ അങ്ങനെ പറയുന്നത് കിട്ടും. ഓക്കെ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവരങ്ങനെ പറയുമെന്ന്. അത്രയും മെച്ചോർഡായിട്ട് നമ്മൾ അങ്ങനെ കാണുന്ന ആൾക്കാരാണ്. അവരൊക്കെ ഇരുന്ന് അവൾ പോയത് നന്നായി, അവന് അവിഹിതം ഉണ്ടെങ്കിൽ അവൾ കൊടുത്തത് നന്നായിപ്പോയി എന്ന് പറയുന്നു. നന്നായോ?